ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു പീസ് ഓഫ് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സമയങ്ങളെയാണ് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും 2025 ബൊലേറോ ലോഞ്ച് ചെയ്ത കാര്യം, ബൊലേറോ പ്ലസ് ബൊലേറോ നിയോ ലോഞ്ച് ചെയ്ത കാര്യം. ഇതിനകത്ത് ആൾക്കാർക്കുള്ള ഡൗട്ട്, ലുക്സും ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾ എല്ലാ വീഡിയോയിലും കണ്ട് ഫെമിലറൈസ് ആയിട്ടുണ്ട്. പിന്നെ പർച്ചേസ് ചെയ്യാൻ പോകുന്നവരുടെ ഡൗട്ടാണ് ഏത് വണ്ടി എടുക്കുമെന്നുള്ളത്. കാരണം ലുക്ക് വൈസ് എല്ലാം നിങ്ങൾക്ക് ബൊലേറോ, നോർമൽ ബൊലേറോ ഇഷ്ടപ്പെട്ടത്. പിന്നെ ആൾക്കാരെ പിടിച്ചു നിർത്തുന്ന ഒരു കേസ് ഉണ്ട്, അതിന്റെ പവർ. ബൊലേറോ നിയോക്ക് നോർമൽ ബൊലേറോനെ അപേക്ഷിച്ചിട്ട് കുറച്ച് പവർ കൂടുതലുണ്ട്. എൻജിൻ സ്പെക് ഷീറ്റ് വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നോർമൽ ബൊലേറോന് 75 bhp 210 ന്യൂട്ടൺ മീറ്റർ ആണ്. എന്നാൽ ബൊലേറോ നിയോനായിക്കോട്ടെ 100 bhp 260 ന്യൂട്ടൺ മീറ്റർ ടോർക്കും കൂടുതലുണ്ട്. ബൊലേറോ നിയോന് യൂസ് ചെയ്തേക്കുന്നത് എംഹോക്ക് 100 എന്ന് പറഞ്ഞൊരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണ്. 1493 ആണ് അതിന്റെ ക്യൂബിക് കപ്പാസിറ്റി. 4 വാൽവ് 3 സിലിണ്ടർ എഞ്ചിൻ. സെയിം എഞ്ചിൻ തന്നെയാണ് നമ്മുടെ നോർമൽ ബൊലേറോനും യൂസ് ചെയ്തേക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ബൊലേറോ നിയോന് ഇത്രയും പവർ കൂടാനുള്ള കാരണം? ഇതിനകത്ത് ഒരു മഹീന്ദ്രയുടെ മാർക്കറ്റ് തന്ത്രമുണ്ട്. അതെന്റെ ഒപ്പീനിയൻ ആണോ. ഒന്നെന്നുള്ളത് ഈ ബൊലേറോ നിയോന് ഈ ബൊലേറോ എന്ന് പറഞ്ഞൊരു പേര് ആഡ് ചെയ്ത് തന്നെ അത്യാവശ്യം സെയിലിന് വേണ്ടി തന്നെയാണ്. കാരണം മഹീന്ദ്രക്ക് അറിയാം, ബൊലേറോ എന്ന് പറഞ്ഞ വണ്ടി പണ്ട് മുതലേ നല്ല സെയിലുള്ള വണ്ടിയാണ്. ബൊലേറോ എങ്ങനെ വീണാലും 4 കാലിലേ വീഴുള്ളൂ, എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അപ്പൊ ഈ ബൊലേറോ എന്ന് പറഞ്ഞ പേര് ആഡ് ചെയ്ത് കൊടുത്ത ഈ കാറ്റഗറിയിൽ ബൊലേറോ നിയോയും കൂടി കൂടുതൽ സെയിൽ ആവും എന്നുള്ളൊരു തന്ത്രം മഹീന്ദ്രക്ക് അറിയാം. അത് കൂടാണ്ട് തന്നെ ഈ ബൊലേറോ നിയോക്ക് നോർമൽ ബൊലേറോയുടെ സെയിം bhp ടോർക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ സെയിൽ ആവാൻ പോണത് നമ്മുടെ നോർമൽ ബൊലേറോ ആയിരിക്കും. അത് മഹീന്ദ്രക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരു അഡ്വാൻറ്റേജ് ബൊലേറോ നിയോന് മഹീന്ദ്ര കൂടുതൽ കൊടുത്തത്. പക്ഷെ ഈ ബൊലേറോ നിയോന്റെ ഡിസഡ്വാൻറ്റേജ് നമ്മുടെ നോർമൽ ബൊലേറോക്ക് അഡ്വാൻറ്റേജ് ആണ്. 1493 cc 3 സിലിണ്ടർ എഞ്ചിനാണ്, 1.5 ലിറ്റർ. മഹീന്ദ്ര എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ബൊലേറോന് SOHC ടെക്നോളജി കൊടുത്തു ആ എഞ്ചിന്. പക്ഷേ നമ്മുടെ ബൊലേറോ നിയോനായിക്കോട്ടെ DOHC ടെക്നോളജി കൊടുത്തു. നമ്മുടെ നോർമൽ ബൊലേറോ എന്നുള്ളത് ഒരു ഓൾഡ് സ്കൂൾ ടെക്നോളജിയാണ്. അപ്പൊ നമുക്ക് ബേസിലേക്ക് കടക്കാം. അറിയാവുന്നവര് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. ഈ ബേസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അതായത് ഇപ്പം ഇതിന് 4 വാൽവ് ആണെന്ന് പറഞ്ഞല്ലോ. 2 വാൽവ് എന്തിനാണ്? ഫ്യൂവല് മിക്സ്ചറും കൂടി സിലിണ്ടറിലേക്ക് എത്താൻ വേണ്ടി. 2 വാൽവ് ഈ കത്തിത്തീർന്ന മിക്സ്ചേഴ്സ് പുറത്തു പോകാൻ വേണ്ടി, അതായത് എക്സോസ്റ്റ് വാൽവ്. ടോട്ടൽ 3 സിലിണ്ടർ ആണ്. 4x3 എന്ന് പറഞ്ഞാൽ 12 വാൽവ് ഉണ്ട്. ഒരു സിലിണ്ടറിൽ 4 വാൽവ്. അപ്പൊ 2 വാൽവ്, അതായത് നോർമൽ ബൊലേറോന് ഒരു ക്യാം ഷാഫ്റ്റ് ആ 4 വാൽവിനെ കൺട്രോൾ ചെയ്യും. ഫ്യൂവലിന്റെ വാൽവിനെ, എക്സോസ്റ്റ് വാൽവിനെ. അതായത് ഫ്യൂവല് കയറുന്ന സമയത്ത് എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ചെയ്യും. എക്സോസ്റ്റ് പുറത്തേക്ക് പോണ സമയത്ത് ഫ്യൂവലിന്റെ വാൽവ് ക്ലോസ് ചെയ്യും. ഇതാണല്ലോ ക്യാം ഷാഫ്റ്റ് ചെയ്യണത്. ഒരിക്കലും ക്രാങ്ക് ഷാഫ്റ്റും ക്യാം ഷാഫ്റ്റും മാറിപ്പോരുത്. ക്രാങ്ക് ഷാഫ്റ്റ് അറിയാലോ, എഞ്ചിനിൽ നിന്ന് ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നതാണ്. അത് ഷാഫ്റ്റിൽ നിന്ന് കണക്ട് ചെയ്താണ് ക്യാം ഷാഫ്റ്റ് വർക്ക് ചെയ്യണത്. അപ്പൊ നമ്മൾ ഇവിടുത്തെ കേസ് ക്യാം ഷാഫ്റ്റിന്റെ കേസാണ് പറയണത്. അപ്പോ ഇവിടെ ഈ 4 വാൽവും കൺട്രോൾ ചെയ്യണത് ഒരു ക്യാം ഷാഫ്റ്റ് ആണ് നമ്മുടെ നോർമൽ ബൊലേറോന്. അതാണ് ഞാൻ പറഞ്ഞ ഓൾഡ് സ്കൂൾ ടെക്നോളജിയാന്ന് പറഞ്ഞത്. സിംഗിൾ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ്. ഇനി ബൊലേറോ നിയോൻ ആയിക്കോട്ടെ ഡുവൽ ഓവർഹെഡ് ക്യാം ഷാഫ്റ്റ് ആണ്. അതായത് 2 ക്യാം ഷാഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ 4 വാൽവ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഫ്യൂവൽ വാൽവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ക്യാം ഷാഫ്റ്റും എക്സോസ്റ്റ് വാൽവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വേറൊരു ക്യാം ഷാഫ്റ്റും കൊടുത്തിട്ടുണ്ട്, 2 ഇൻഡിപെൻഡന്റ് ആയിട്ട്. അപ്പൊ ഇവിടെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചും കൂടി bhp അഡ്വാൻറ്റേജ് നമ്മുടെ ബൊലേറോ നിയോന് കിട്ടിയെന്നുള്ളതാണ്. ഈ 2 ക്യാം ഷാഫ്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എഞ്ചിന്റെ വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബൊലേറോ നിയോന് ഫ്യൂവൽ എഫിഷ്യൻസി എപ്പോഴും കുറവായിരിക്കുള്ളൂ നമ്മുടെ നോർമൽ ബൊലേറോനെ അപേക്ഷിച്ചിട്ട്. നോർമൽ ബൊലേറോനായിക്കോട്ടെ എഞ്ചിന് ഒരു ക്യാം ഷാഫ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ എഞ്ചിന് വെയിറ്റും കുറവായിരിക്കും. പിന്നെ ഫ്യൂവൽ എഫിഷ്യന്റും ആയിരിക്കും. പിന്നെ ലോങ് റണ്ണിൽ ഏറ്റവും കൂടുതൽ പണി വരാൻ പോണത്
ബൊലേറോ നിയോൺ ആയിരിക്കും. കാരണം രണ്ട് ക്യാം ഷാഫ്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പാർട്സ് എഞ്ചിന് കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എഞ്ചിൻ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റ് ബൊലേറോ നിയോന്റെ എഞ്ചിനാണ്. ഈ ബൊലേറോനായിക്കോട്ടെ സിംഗിൾ ക്യാം ഷാഫ്റ്റ് ആയതുകൊണ്ട് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഇല്ല. അപ്പൊ മഹീന്ദ്രക്ക് അറിയാം കൂടുതൽ റിലയബിലിറ്റി ഉള്ളത് നോർമൽ ബൊലേറോനാണെന്നുള്ളത്. നോർമൽ ബൊലേറോ തന്നെയാണ് മഹീന്ദ്രയുടെ പീസ് ഓഫ് കേക്കും. ഏത് സമയത്തും അവര് നല്ല റിലയബിൾ ആയിട്ട് ആ വണ്ടി ഇറക്കാറുള്ളൂ ബൊലേറോ. കാരണം ബൊലേറോന് ചീത്തപ്പേര് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മഹീന്ദ്രനെ കൂടുതലായിട്ട് ബാധിക്കും. പിന്നെ രണ്ടാമത്തെ വേറൊരു കേസ് എന്ന് വെച്ചാൽ ബൊലേറോന് റീസെയിൽ വാല്യൂ നോർമൽ ബൊലേറോ നിയോനെ അപേക്ഷിച്ചിട്ട് കൂടുതൽ റീസെയിൽ വാല്യൂ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്കറിയാം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിന് ഇപ്പോഴും ബൊലേറോന് ഡിമാൻഡ് ഉള്ളതാണ്. അപ്പോ പൊതുവെ ബൊലേറോ എടുക്കാൻ വന്നാൽ ബൊലേറോ എടുത്തു തന്നെ പോകുള്ളൂ, അതെല്ലാവർക്കും അറിയാം. അപ്പൊ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ ബൊലേറോന്റെ ബേസ് മോഡലില് B4-ന് 7.99 എക്സ്-ഷോറൂം പ്രൈസ് ഉണ്ട്. ബൊലേറോ നിയോന്റെ ബേസ് മോഡൽ N4 8.49 ലാക്ക് ഉണ്ട്. അത് 50,000 ഡിഫറൻസ് ആണ്. ബേസ് മോഡൽ രണ്ടിനും ഒരേ ഫീച്ചേഴ്സ് ആണ്. ഈ എഞ്ചിന്റെ ഒരു കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ടാണ് 50,000 റേറ്റ് ഡിഫറൻസ് വന്നത്. അപ്പൊ നിങ്ങൾ ഇനി പർച്ചേസ് ചെയ്യാൻ പോണ സമയത്ത് BHP നോർമൽ ബൊലേറോ നിയോനേക്കാളും BHP കുറവാണെന്ന് വിചാരിച്ച് ഒരിക്കലും പർച്ചേസ് ചെയ്യാണ്ടിരിക്കരുത്. നോർമൽ ബൊലേറോ നിയോനേക്കാളും കൂടുതൽ റിലയബിൾ. അപ്പോ പിന്നെ ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട് അതിനകത്ത്. നമ്മുടെ നോർമൽ ബൊലേറോന് ലോ ആൻഡ് ടോർക്ക് കൂടുതലാണ്. നോർമൽ ബൊലേറോ 75 BHP സെറ്റ് ചെയ്തേക്കുന്നത് 3600 RPM-ലും ബൊലേറോ നിയോ ആയിക്കോട്ടെ 100 BHP സെറ്റ് ചെയ്തേക്കുന്നത് 3750 RPM-ലാണ്. അപ്പൊ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളിൽ എത്തിക്കണമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശം. കൂടുതൽ ഇൻഫോർമേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കൂടുതൽ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇറ്റ്സ് യുവർ വീഡിയോ.